അനുരാഗം. രചന യാദവി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. സ്വർണവും വസ്ത്രവും സ്വന്തം കടയിൽ നിന്ന് തന്നെ വേണമെന്ന രാമേട്ടന്റെ വാശിപ്പുറത്ത് ശക്തി ആന്റോയും കൂട്ടി തിരുനെൽവേലിക്ക് പുറപ്പെട്ടു. വെളുപ്പിന് ആൻസിയും കുടുംബം എത്തിച്ചേർന്നു. ആൻസിയുടെ ഭർത്താവ് ഫിലിപ്പ് ആന്റോക്കും ഡേവിഡിനും വളരെ പ്രിയപ്പെട്ടവനാണ്. കോയമ്പത്തൂർ ടൗണിൽ തന്നെ വലിയ 2 ബേക്കറികൾ ഫിലിപ്പിന്റെ സ്വന്തമാണ്. പോരാത്തതിന് തെങ്ങും തോപ്പ്, റിയൽ എസ്റ്റേറ്റ്, കൃഷി, അങ്ങനെ അല്ലറ ചില്ലറ ബിസിനസ്സുകൾ വേറെ. നീളത്തിനൊത്ത വീതിയും ഗാംഭീര്യവുമുള്ളൊരു മധ്യവയസ്കനാണ് ഫിലിപ്പ്. മുഖത്തിന്റെ ഭംഗി കൂട്ടുന്ന കട്ടിമീശയും കുഞ്ഞിക്കണ്ണുകളും നീളമേറിയ രോമങ്ങളുള്ള പുരികവും, അങ്ങനെ ആകമൊത്തൊരു ഗൗരവക്കാരൻ. വണ്ടിമുറ്റത്ത് കയറിയ ശബ്ദം കേട്ടാണ് ഡേവിഡ് വാതിൽ തുറന്നു. ആൻസിയുടെ ഇരട്ടക്കുട്ടികൾ അകത്തേക്ക് ഓടിക്കയറി. വിവാഹം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷമുണ്ടായ കുഞ്ഞുങ്ങളാണ്. പിന്നാലെ ആൻസി ഇറങ്ങി വന്നു. വൃത്തിയായെടുത്ത ഒരു ഒഴുക്കൻ സാരിയായിരുന്നു അവളുടെ വേഷം. കഴുത്തിൽ മിന്നു മാത്രമുള്ള ഒരു ചെറിയ മാല. സമൃദ്ധമായ മുടി അമ്മ കെട്ടി വെച്ചിരിക്കുന്നതിനാൽ മുഖം കുലീനമായ ഭാവം, ശാന്തമായ സ്നേഹം നിറഞ്ഞ കണ്ണുകൾ. ബേബി വന്നപാടെ അവനെ ചേർത്ത് പിടിച്ചവൾ. പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് അവൻ ചേർത്ത് പിടിക്കൽ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് തന്നെയാണ് വാസ്തവം. ഈ ചേച്ചി, അവൻ ഇടർച്ചയോടെ വിളിച്ചു. എല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഈ ചേച്ചിക്ക് ഉറപ്പാണ് നീ അങ്ങനെ ചെയ്യില്ലെന്ന്. വിശ്വാസം എനിക്ക് ഇച്ഛായിരുന്നു നിന്നെ. അവളുടെ സ്വരത്തിൽ സ്നേഹം നിറഞ്ഞു. ഡാ ചെറുക്ക, ബാക്കിയുള്ളവരെ നിന്റെ കണ്ണു പിടിക്കുന്നില്ലടാ കൊച്ചു താത്താനേ. എത്ര നേരമായി ദർശനം കാത്ത് നിൽക്കുന്നു. പരിഭവം നിറഞ്ഞ സ്വരത്തിൽ ഫിലിപ്പ് പറയുന്നേട്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങി. നീ ആകെ അങ്ങ് മാറിപ്പോയില്ലോടാ ഡേവിയെ. അയാൾ അവന്റെ ഇരുതോളിലും കൈ ചേർത്ത് കെട്ടിപ്പിടിച്ചു. ജയിലിലല്ലായിരുന്നു ആ ചായോ? പിന്നെ ഇറങ്ങി വന്നപ്പോൾ എടുത്താ പൊങ്ങാത്ത കുറ്റവും കുറ്റവിചാരണയും മാറ്റുകളായിരുന്നെങ്കിൽ മരിച്ചുപോയനെ ഞാൻ. അവന്റെ സ്വരത്തിലെ വേദന തിരിച്ചറിഞ്ഞ പോലെ അയാൾ അവനിൽ പിടിമുറുക്കി. അങ്ങനെയൊന്നും നിന്നെ വിട്ടുകൊടുക്കുന്നവനല്ലടാ ആൻഡോ. പിന്നെ ഞങ്ങളും ആ നാറിയന്തേ ആളിയാന്ന് വിളിച്ച് നാവുകൊണ്ട് അവൻ മാറ്റി വിളിപ്പിക്കും. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ട് ഒരു തവണ പോലും വിളിച്ചു പറഞ്ഞിട്ടില്ല അവൻ എന്നെ. എല്ലാം അവളോട് പറയും. അവളത് ഫിൽട്ടർ ചെയ്ത 1% മാത്രമേ എന്നോട് പറയും. ഫിലിപ്പ് മീശ വിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ വാ, കാറിടിക്കുന്നതിനെ ലഗേജാ. ആൻഡപ്പം വരുമ്പോഴേക്കും നമുക്ക് ഒരുക്കങ്ങളൊക്കെ അങ്ങ് തുടങ്ങി വെക്കാം. പിന്നെ പള്ളിയിൽ പോയി ഒന്ന് അച്ഛനും കണ്ട് സംസാരിക്കണം. കൂട്ടത്തിൽ ആ കൊച്ചിനെയും കാണണം. പറഞ്ഞൊന്നും വേറൊന്നുമല്ല, എല്ലാത്തിന്റെ ആണിക്കല് നീയാ. എങ്ങോട്ടും മുങ്ങിയേക്കല്ലേ. തന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഫിലിപ്പിന്റെ കൈക്കുള്ളിൽ കുടുങ്ങി നിൽക്കുമ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം അവൻ അനുഭവപ്പെട്ടു. 7 അനിയന്മാരുടെ ചേട്ടനാണ്. അവരൊന്നും അയാൾക്ക് മുമ്പിൽ സ്വരമുയർത്താറില്ല. ഭയം കൊണ്ടല്ല, സ്നേഹവും ബഹുമാനവുമാണ്. കാർഷിക കടക്കിണിയിൽ കുടുങ്ങി ഒരു കുപ്പി വിഷം തുല്യമായി പങ്കുവെച്ച് മക്കളെ തോൽപ്പിച്ച് അപ്പനും അമ്മയും പോയപ്പോൾ കൊടുങ്കാറ്റിലും പേമാരിയിലും മുലയാതെ നിങ്ങളെ ചേർത്ത് പിടിച്ച് ജീവിതം പോരാടി പിടിച്ചവനോടുള്ള സ്നേഹം, ഇന്നും എവിടെയും തോൽക്കാതെ ജീവിക്കുന്നവനോടുള്ള ബഹുമാനം. എന്നാൽ ആൻസി ചേച്ചിയെ കൂടെ കൂട്ടിയ ശേഷം ആൻഡോയും ഡേവിയും കൂട്ടുകാരെ പോലെയാണ്. ഒരിക്കൽ കോയമ്പത്തൂരിൽ ചെന്നപ്പോൾ മാത്രമാണ് അച്ചായന്റെ ചിരിക്കാത്ത മുഖവും കലിപ്പും അലർച്ചയൊക്കെ കണ്ടത്. ഒക്കെ കഴിയുമ്പോൾ എല്ലാവരും പോയെന്നുറപ്പാക്കി ചുമ്മാ എന്ന് പറഞ്ഞ് കണ്ണിറിക്കൊരു ചിരിയും. ആഹാ, സ്വപ്നം കണ്ടിരിക്കാനുള്ള ഡേവി നിന്നോട് പറഞ്ഞു. ഇരുകൈയിലും ഓരോ വലിയ കുലയും തൂക്കി തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവൻ വേഗം ഡിക്കിയിലുള്ള സാധനങ്ങൾ ഉമ്മറത്തേക്ക് പെറുക്കിയെടുക്കി. ഭദ്ര ഓരോന്നും പറഞ്ഞെടുക്കുന്ന കണ്ട് ആൻഡോയും ശക്തിയും തങ്ങൾക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാൻ പോയി. ക്രിസ്ത്യൻ രീതിയിലുള്ള വേഷം തന്നെയാണ് ശക്തിയും തെരഞ്ഞെടുത്ത്. സ്വർണ്ണക്കടയിൽ പോവാനാണ് ഭദ്രയെ വിളിച്ചെങ്കിലും ആൻഡോയുടെ നിർബന്ധപ്രകാരം വസ്ത്രം എടുക്കാൻ ഒരുമിച്ച് പോരുകയായിരുന്നു. അമ്മച്ചി തന്റെ വിവാഹത്തിന് കരുതി വെച്ചിരുന്ന തുക ശക്തിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവൻ പുഞ്ചിരിയോടെ അത് വാങ്ങി. മാലയും മിന്നും ആൻസിയുടെ വകയായിരുന്നു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് താഴെത്തുമ്പോഴേക്കും ജീവനക്കാർ വാങ്ങിയതെല്ലാം കാറിന്റെ ഡിക്കിൽ ക്രമീകരിച്ചിരുന്നു. ശക്തിയെ കണ്ട് അവർ വിനീത ഭാവത്തിൽ നിന്നു. കാറ് മുന്നോട്ട് നീങ്ങുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടെ ഭദ്ര അവരെ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു പുലർച്ചയും ഒരു രാത്രിയും പിന്നിട്ടു. വെളുപ്പിനായപ്പോഴേക്കും വണ്ടി ആൻഡോയുടെ മുറ്റത്തെത്തി. മുന്നിൽ നിൽക്കുന്ന തന്റെ വീട് തന്നെയാണോ എന്ന സംശയത്തിലാണ് ആൻഡോ ഡോറ് തുറന്നിറങ്ങിയത്. അതിമനോഹരമായി പന്തലിട്ട മുറ്റത്ത് കളർ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പടർന്നു പന്തലിച്ച് നിൽക്കുന്ന തേന്മാവ് നിറയെ വർണ്ണാഭമാക്കിക്കൊണ്ട് അവയുടെ വെളിച്ചം മുറ്റത്ത് വിരിച്ച ഉരുളങ്കല്ലുകളിൽ പ്രതിഫലിക്കുന്നു. ശക്തിയും കൗതുകത്തോടെ നോക്കുകയായിരുന്നു. തങ്ങൾ ഇറങ്ങിപ്പോയ വീടൊരു ശ്മശാനമായിരുന്നുവെങ്കിൽ തിരിച്ചു വന്നിരിക്കുന്ന ഉത്സവ പ്രതീതിയുള്ള ഒരു ചുറ്റുപാടിലേക്കാണ്. കാറകത്തേക്ക് കയറ്റി മാവിൻ ചുവട്ടിലേക്ക് പാർക്ക് ചെയ്തിട്ട് ശക്തിയും ഇറങ്ങി. ആൻഡോയെ കണ്ട് ജൂലൈനും ജൂലി ഓടിയിറങ്ങി വന്ന് കെട്ടിപ്പിടിച്ചു. ആൻഡോ ചാച്ചാ. കുട്ടിക്കുറുമ്പുകളെ ചേർത്ത് പിടിച്ച് കവളിൽ മുത്തിക്കൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. അടുക്കളയിലെ വലിയ ഉരുളിയിൽ ബീഫ് കൈത്തോരാതെ ഇളക്കിക്കൊണ്ടിരുന്നവന്റെ അരികിലേക്ക് ചേർന്നവൻ ഉറക്കെ വിളിച്ചു. അച്ചായോ, ആ മണവാണെത്തിയോടാ. ആൻഡോയെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും ഉരുളിയിലും മൊരിഞ്ഞു വരളുന്ന ബീഫിലുമായിരുന്നു ഫിലിപ്പിന്റെ പകുതി ശ്രദ്ധ. അത്താഴ സദ്യക്കുള്ള മുതലല്ലേ, കുറച്ച് ശ്രദ്ധ വേണം. മക്കൾ ചെന്ന് കുളിച്ചിട്ട് വാ, ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. ആൻഡോ തലയാട്ടിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി.
സ്വന്തം മുറിയിലേക്ക് കയറും മുമ്പ് അവനൊരു നിമിഷം അകത്തേക്ക് നോക്കി. ഈ ചേച്ചിയും ഡേവിയും മുറിക്കുള്ളിലുണ്ടായിരുന്നു. രണ്ടാളും ചേർന്ന് തൂക്കലും തുടക്കലൊക്കെയാണ്. ഈ ചേച്ചി ആൻഡോ അവരെ മുറുകെ കെട്ടിപ്പിടിച്ചു. ശക്തിയും ഡേവിഡും നല്ലൊരു ചിരിയോടെ ആ കാഴ്ച നോക്കി നിന്നു. കള്ളും കപ്പയും ബീഫും പാട്ടുമായി ആ രാത്രി കടന്നുപോയി. പിറ്റേന്ന് ആൻഡോയും ആൻസിയും ഡേവിഡും ഫിലിപ്പും ആനിയെ കാണാൻ പോയി. പള്ളിമേടയിലെ കാത്തിരിപ്പിനൊടുവിൽ ഇടനാഴിയിലൂടെ ചായയുമായി ഇരുനിറമാർന്ന മെലിഞ്ഞൊരു പെൺകുട്ടി കടന്നു വന്നു. ആകാശ നീല നിറമുള്ള ബോർഡറിൽ വെള്ളപ്പൂവുകൾ തുന്നിച്ചേർത്ത സാരിയിൽ അവൾ അതീവ മനോഹരിയായിരുന്നു. ശാന്തമായ മിഴികളോടെ എല്ലാവരിലും ഒന്ന് കണ്ണോടിച്ച ശേഷം അവൾ എല്ലാവർക്കും ചായ നൽകി. ആൻസിയുടെ മിഴികൾ വിടർന്നു. മുഖം കുനിച്ച് നിൽക്കുന്നവളെ കണ്ട് ബോധ്യപ്പെട്ടതുപോലെ അവൾ ആൻഡോയെ നോക്കി പുഞ്ചിരിച്ചു. ആ ചിരിയുടെ തെളിച്ചതിൽ തന്നെ എല്ലാ അഭിപ്രായങ്ങളും നിറഞ്ഞു നിന്നിരുന്നു. ഫിലിപ്പ് വാത്സല്യത്തോടെ അവളെ നോക്കി. കൊച്ചേ, മുഖം കുനിച്ച് നിൽക്കാണ്ട് തല ഉയർത്തിയാട്ടെ, ഞങ്ങളൊന്ന് കാണട്ടെ, ആൻസി സന്തോഷം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആനി തലയുയർത്തി. അവളുടെ കവിളുകൾ ചുവന്നു, മിഴികൾ വിറച്ചു. പേടിക്കണ്ട കേട്ടോ, ഞാൻ ആൻറ്റിയുടെ പെങ്ങളാണ് ആൻസി. ഇതെന്റെ ഭർത്താവാണ് ഫിലിപ്പ്. ഞങ്ങൾക്ക് 2 മക്കളാണ്, ഇരട്ടകള്. കുടുംബം മുഴുവൻ കോയമ്പത്തൂരാ. ഇവ മാത്രമായി ഇവിടെ. ആ വീട് വിട്ട് പുറത്തു പോയിട്ടുള്ള ലോകം വേണ്ടെന്ന് വാശി പിടിച്ച് വീട്ടിൽ തന്നെ ഇവൻ. ഇടയ്ക്കൊക്കെ കോയമ്പത്തൂർക്ക് വരും. 1 മാസം നിൽക്കാൻ പറഞ്ഞാൽ 5 ദിവസം നിൽക്കും. പിന്നെ ഓടിപ്പാഞ്ഞെങ്കിൽ പോരും. ആൻസി ആൻഡോയെ കളിയാക്കി. ഫിലിപ്പ് വെറുതെ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചായ കുടിച്ചു. സാരി അവൾക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് മനസ്സിലോർത്തുകൊണ്ട് ആൻഡോ ഒന്ന് പുഞ്ചിരിച്ചു. ശക്തിയും ഡേവിയും തന്നെ രൂക്ഷമായി നോക്കുന്നുണ്ടപ്പോൾ അവൻ നോട്ടം മാറ്റി. എന്നാ പിന്നെ അവര് പെണ്ണുങ്ങൾക്ക് വല്ലതൊക്കെ മിണ്ടാനും പറയാനുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് നിൽക്കാം. ഫിലിപ്പ് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ആനിയോട് സംസാരിക്കണമെന്ന് വീട്ടിൽ വെച്ച് തന്നെ ആൻസി പറഞ്ഞ് ചട്ടം കിട്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഫിലിപ്പിന്റെ വാക്കുകൾ അംഗീകരിക്കും പോലെ എല്ലാവരും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. കല്യാണ ഒരുക്കങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ആ കൂട്ടം മുന്നോട്ട് പോകുന്നു നോക്കി നിൽക്കുന്നവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ആൻസി പുഞ്ചിരിച്ചു. കൊച്ചെ, എന്റെ ആൻ്റപ്പനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ കല്യാണത്തിന് സമ്മതിച്ച്? ആൻസിയുടെ ചോദ്യം കേട്ട് ആനിയുടെ കണ്ണിൽ അമ്പരപ്പ് നിറഞ്ഞു. അയ്യോ കൊച്ചി, പേടിക്കണ്ട. ഞാൻ ഞങ്ങളുടെ അമ്മച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. വിവാഹത്തിന് അവന്റെ സമ്മതം പോലെ പ്രധാനമല്ലേ കൊച്ചിന്റെ സമ്മതം. ഒരു പെൺകുഞ്ഞിന്റെയും കണ്ണുനീര് ആ മുറ്റത്ത് വീഴുന്ന അമ്മച്ചി പൊറുക്കിയല്ല, അതാ. അവളുടെ വാക്കുകൾക്ക് മറുപടി എന്ന പോലെ ആനി ആൻസിയുടെ കൈകൾ മുറുകെ പിടിച്ചു. അറിയിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും സ്നേഹവും സൗഭാഗ്യവും തമ്പുരാൻ എനിക്ക് തന്നത്. കണ്ണീരൊഴുകിയാലും അത് സന്തോഷം കൊണ്ട് മാത്രമായിരിക്കും, ആനി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കുറച്ചു സമയം കൂടി സംസാരിച്ച ശേഷം വിവാഹത്തിലുള്ള വസ്ത്രങ്ങളും സ്വർണവും സമ്മാനിച്ച് അവർ തിരിച്ചു പോകുന്നു. രാവിലെ എല്ലാവർക്കുള്ള വസ്ത്രം വിതരണം ചെയ്ത ശക്തിയാണ്. കണ്ണാടിയിൽ നോക്കി സ്വന്തം സൗന്ദര്യം കണ്ട് രസിച്ച് നിൽക്കുമ്പോഴാണ് പിന്നിൽ കഥകടയുന്ന ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ ആൻസി. അവളുടെ കയ്യിലൊരു സാരിയുമുണ്ട്. ഈ ചേച്ചി സാരി എടുക്കാൻ കയറിയാണോ? ഞാൻ മാറിത്തരാം, 1 മിനിറ്റ്. അവൻ അലമാരയിൽ നിന്ന് പെർഫ്യൂം എടുത്തുകൊണ്ട് തിരിഞ്ഞപ്പോഴേക്കും അവൾ അവന്റെ നേരെ ആ സാരി നീട്ടി. ആൻ്റപ്പ, ഇത്രയും വിലയുള്ള സാരിക്ക് എനിക്ക് വാങ്ങാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഇതൊക്കെ 1 തവണ ഉടുക്കാനുള്ളതല്ലേ? 14,000 രൂപ നിന്റെ കയ്യിലിരുന്ന് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എനിക്ക്. അത് ചിന്തിക്കുക. ഇത്രയും വിലയുള്ള തുണിയൊക്കെ എടുത്താൽ ഇച്ചായനും പിള്ളേർക്കും എല്ലാം അങ്ങനെ തന്നെ എടുത്തേക്കുന്നവൻ. ആകെ താൻ കൊടുത്ത 50,000 രൂപയാണ്. ഇതിപ്പോ അവൻ ആലോചനയുടെ സ്വന്തം വസ്ത്രത്തിന്റെ കവർ അലമാരയിൽ നിന്നും പുറത്തെടുത്തു. പ്രതീക്ഷയിലും കൂടുതൽ വിലയുള്ളതായിരുന്നു അതിനുള്ളിൽ. തൊട്ടപ്പുറത്തെ മുറിയിൽ ഡേവിഡിന്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. ആൻഡോ, അവന്റെ വിളിയും കഥകളിൽ ശക്തിയായുള്ള തട്ടലും കേട്ടപ്പോൾ കാരണം ഇതന്നെയാവുമെന്ന് ആൻഡോ ഉറപ്പിച്ചു. വാതിൽ തുറന്നപ്പോൾ ഷർട്ടും മുണ്ടും താങ്ങി പിടിച്ചിരിക്കുന്നവനെ കണ്ടോടെ അവൻ കൈമലർത്തി. എനിക്കൊന്നും അറിയില്ല, ഇത്രയും വിലകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ലേഡീസിന്റെ ഐറ്റംസ് എല്ലാം തിരഞ്ഞെടുത്ത് ഭദ്രയാ, നമ്മളിതൊക്കെ ശക്തിയും. അതോടെ ഡേവിഡിന് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. ആൻഡോക്ക് പോകാനുള്ള കാറിന്റെ മുമ്പിൽ അലങ്കാരപ്പണികളുമായി നിൽക്കുന്നവനെ നോക്കിയ ശേഷം അവൻ മുറിയിലേക്ക് കയറിപ്പോയി. അമ്മച്ചിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആൻഡോയുടെ കണ്ണുകലങ്ങി. ആൻസിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഡേവിഡ് വെറുതെ ആ ചിത്രത്തിൽ മിഴി നട്ടുകൊണ്ട് അല്പനേരം നിന്നു. ഓർമ്മകൾ അവന്റെ മിഴികളെയും നനച്ചു. വീട്ടിലെല്ലാവരും കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിലേക്ക് ഇറങ്ങി. ആൻഡോ ശക്തിക്കൊപ്പം മുന്നിൽ തന്നെ കയറി. തുണിയൊക്കെ ഞാൻ വിചാരിച്ചാലും നന്നായല്ലോ. ആൻഡോ അവനെ നോക്കി. അപ്പ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? ശക്തി അവനെ നോക്കിക്കൊണ്ട് താക്കോല് തിരിച്ചു. വണ്ടി ഒരു കുലുക്കത്തോടെ പോവാൻ തയ്യാറായി. എന്തു പറഞ്ഞു രാമേട്ടൻ? ആൻഡോ അവനെ നോക്കി. രാമേട്ടൻ ഒരു വിദേശയാത്രയിലായതിനാൽ കല്യാണത്തിൽ പങ്കെടുക്കില്ലെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നു. ശക്തി, ഇത് നമ്മ വീട്ടു കല്യാണം, എല്ലാം പാത്ത് പക്കുമാർ റെഡി പണിയെടുക്കോ. തമിഴിൽ അവൻ രാമേട്ടൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞപ്പോൾ ആൻഡോ ഒരു നിമിഷം കണ്ണടച്ചു തുറന്നു. അവന്റെ കണ്ണുകൾ കലങ്ങി. അച്ഛൻ ആഗ്രഹിക്കുന്നത് എന്തു? ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടുതൽ സംതൃപ്തമായി ചെയ്യണമെന്ന് എനിക്കും ശിവയ്ക്കും നിർബന്ധമാണ്. അതിന് മറുപടി പറഞ്ഞില്ല ആൻഡോ. ചിലതൊന്നും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരില്ലെന്ന് ഇതിനോടകം അവനും മനസ്സിലാക്കിയിരുന്നു. ശക്തിയും ഡേവിഡും ഫിലിപ്പും പിള്ളേരും ഒരേ ഡ്രസ് കോഡായിരുന്നു.
ആൻസി അതേ നിറത്തിലുള്ള മനോഹരമായ സാരിയും. ആൻസിയും പിള്ളേരും ആൻഡോക്കൊപ്പം കൂടി. ഡേവിയും ഫിലിപ്പും ഒരുമിച്ച് പിന്നാലെ ഇറങ്ങി. പള്ളിയിൽ തനിക്കരികിൽ നിൽക്കുന്നവൾ ആരും കാണാത്ത ഭാവത്തിലൊന്ന് നോക്കി ആൻഡോ. മെലിഞ്ഞ ശരീരപ്രകൃതിയാണെങ്കിലും കൃത്യമായ ഒരു അങ്കലാവണ്യമുണ്ട് പെണ്ണിന്. ആൻസി ഒരുക്കിയ വസ്ത്രത്തിൽ അവളൊരു മത്സ്യകന്യക പോലെ തോന്നിച്ചു. ഒരൽപ്പം മെലിഞ്ഞ കഴുത്തും നീണ്ട മൂക്കും പെണ്ണിന്റെ ഭംഗി കൂട്ടി. വിടർന്ന കണ്ണുകളിൽ ഒരു മാത്രം നോട്ടം മുടക്കിയപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരനുഭൂതി മനസ്സിൽ നിറയുന്നത് സമ്മതമാണോ? അച്ഛന്റെ ഉയർന്ന സ്വരവും കണ്ണടയ്ക്കുള്ളിലൂടെയുള്ള കൂർത്ത നോട്ടം കണ്ട് അവൻ തെല്ലൊരു ജാളിതയോടെ സമ്മതമാണെന്ന് അറിയിച്ചു. സദസ്സിലൊരു കൂട്ടച്ചിരി ഉയർന്നു. ആനി സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ അവന്റെ കണ്ണു നിറഞ്ഞു. മിന്നു ചാർത്തി മന്ത്രകോടി പുതപ്പിച്ചു. വിവാഹ പ്രതിജ്ഞയും ചൊല്ലി പേരുകൊത്തിയ മോതിരം പരസ്പരം അണിയിച്ച് അന്യോന്യം സ്വന്തമാവുമ്പോൾ പേരറിയാത്ത ഒരു അനുഭൂതിയിൽ മയങ്ങി നിന്നു രണ്ടാളും. കൈകൾ ചേർത്ത് അച്ഛൻ പ്രാർത്ഥന ചൊല്ലുമ്പോഴും അവളുടെ കൈ ചേർത്ത് പിടിച്ച് വിളക്ക് കൊളുത്തുമ്പോഴും ആ പിടിവിടാൻ മനസ്സ് ആഗ്രഹിക്കാത്തതുപോലെ ഏതോ മാന്ത്രികതയിൽ അകപ്പെട്ടു പോയവനെ പോലെ നിൽക്കുന്ന ആൻഡോയെ കണ്ടപ്പോൾ ഡേവിഡ് ജാൻസിയെ ഓർത്തു. ഓർമ്മകൾക്ക് വിരാമം നൽകിക്കൊണ്ട് വധൂവരന്മാരെ ആശീർവദിക്കാനെത്തിയവരുടെ കൂട്ടത്തിൽ തോമസിനെ കണ്ടപ്പോൾ അവൻ ആവേശത്തോടെ താഴേക്ക് നോക്കി. വീൽ ചെയറിലിരുന്നു കൊണ്ട് ആൻഡോക്കും ആനിക്കും വേണ്ടി കൈകൂപ്പി പ്രാർത്ഥന നടത്തുന്ന ത്രേസിയെ കണ്ട് അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച വേദിയിൽ നിന്നുകൊണ്ട് ആൻഡോയും കണ്ടു ത്രേസിയെ. ആനിയുടെ കൈയും പിടിച്ച് സ്റ്റേജിൽ നിന്നിറങ്ങി അവൻ ത്രേസിയുടെ മുന്നിൽ മുട്ടുകുത്തി. ഒപ്പം ആനിയും. ത്രേസിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാണാത്തതെന്തോ കണ്ടൊരു വേദന കൃത്യമായി മനസ്സിലായി തോമസിനും ആൻഡോക്കും. അവൻ ദയനീയമായി തോമസിനെ നോക്കി. അപ്പോഴേക്കും ഡേവിഡ് അവരെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കവിളിൽ ചുണ്ടി ചേർത്തു. പിള്ളേരെ വിഷമിപ്പിക്കില്ല അമ്മച്ചി, അവർ ജീവിക്കട്ടെ. ദുഃഖവും ദുരിതവും മാത്രം അറിഞ്ഞ് ജീവിച്ചവരെ രണ്ടാളും. ഇനിയെങ്കിലും അവരൊന്നും മനസ്സറിഞ്ഞ് ജീവിച്ചോട്ടെ. അമ്മച്ചി അവർ അനുഗ്രഹിച്ചോട്ടെ. ഡേവിഡിന് ഒരു നോട്ടം പോലും കൊടുക്കാതെ ത്രേസി ആൻഡോയുടെയും ആനിയുടെയും നെറുകിൽ കൈവച്ചു. പിന്നെ രണ്ടാളെയും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. ആൻഡോ കരഞ്ഞുകൊണ്ട് അവരുടെ മുട്ടിൽ തല ചേർത്തു. ത്രേസി അവനെ ആശ്വസിപ്പിക്കും പോലെ തലോടി. ആഗ്രഹിച്ചൊന്നും നേടിക്കൊടുക്കാത്ത, മനസ്സമാധാനം കൊടുക്കാത്ത ഈ ആസുരത്തിന് പാവം അമ്മച്ചിക്ക് കൊടുക്കണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പച്ചൻ? ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞില്ല അയാൾ. തെറ്റെന്റെ ഭാഗത്തുള്ളപ്പോ ഈ ചോദ്യത്തിന് മറുപടി അറിയാനുള്ള അർഹത നിന്റെ അപ്പനില്ല ഡേവി. അപ്പനും അമ്മച്ചിയും പള്ളിമുറ്റം കടന്നു പോകുമ്പോഴും അപ്പന്റെ വാക്കുകൾ അവന്റെ കാതിൽ അലയടിച്ചു. അച്ഛന്റെ കൈ പിടിച്ചു മുത്തുമ്പോൾ ആനിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ വീണ് ചിതറി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ വരെയും തന്റെ മകളെ പോലെ നിഴലായി കൂടെ നിന്നവൾ ഇന്നൊരുവന്റെ മണവാട്ടിയായി പുതിയ ജീവിതത്തിലേക്ക് കടക്കവേ അദ്ദേഹം ക്രൂശിത രൂപത്തിലേക്ക് നോക്കി നിറകണ്ണുകളോട് അവൾക്കായി അപേക്ഷിച്ചു. പള്ളിമുറ്റം കടന്നു വണ്ടി റോഡിലേക്ക് കയറിയപ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പന്റെയും അമ്മച്ചിയുടെയും ആത്മാവിന്റെ കാവലോടെ ഇന്നലെ വരെ ജീവിച്ച തന്റെ ഇടം ഇനി തനിക്ക് അന്യമാണെന്ന് ഓർത്തപ്പോൾ കണ്ണു നിറഞ്ഞു. ആ നൊമ്പരം അറിഞ്ഞതുപോലെ ആൻഡോ അവളുടെ വിരലിൽ വിരൽ കോർത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.